പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. 2 കൊറിന്ത്യർ 4 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ മനുഷ്യരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. നാം ദൈവമക്കളാണ്. ലോകം മുഴുവൻ ദുഷ്ടൻ്റെ കരവലയത്തിലാണ്. സാത്താൻ നമ്മെ പല പ്രലോഭനങ്ങളുണ്ടാക്കി കെണിയിൽ വീഴ്ത്തി നമ്മെ നശിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. അതിനാൽ നാം ജാഗരൂകരായിരിക്കണം. സാത്താൻ എങ്ങനെയാണ് നമ്മെ കബളിപ്പിക്കുന്നത്? ദൈവത്തിലും ദൈവവചനങ്ങളിലുമുള്ള നമ്മുടെ വിശ്വാസത്തെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മെ അകറ്റി നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുവാനാണ് സാത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ലോകം, സാത്താൻ്റെ ലോകം വികസിപ്പിക്കുവാനുള്ള ശ്രമമാണ് അവൻ നടത്തുന്നത്. ലൂക്ക 22:31 യേശു ശിമിയോനെ വിളിച്ച് ഇപ്രകാരം പറയുന്നത് നാം തിരുവചനങ്ങളിൽ കാണുന്നുണ്ട്. ഇതാ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നാം പ്രാർത്ഥിക്കണമെന്ന് യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സാത്താൻ മനുഷ്യ മനസ്സിനെ അന്ധമാക്കി കളയുന്നു. അതിനാൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ, മഹത്വമേറിയ സുവിശേഷത്തെ ഗ്രഹിക്കുവാൻ മനുഷ്യന് സാധിക്കാത്ത വിധം മനുഷ്യൻ്റെ ഹൃദയത്തെ അന്ധമാക്കി കളയുകയാണ് സാത്താൻ ചെയ്യുന്നത്. റോമ 1:16-17 തിരുവചനങ്ങളിൽ പറയുന്നു, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പോൾ അതിൽ നമ്മെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സാത്താനുള്ളത്. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുക, സ്വർഗത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ടുപോവുക, നിത്യജീവനിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോവുക, ഇതാണ് സാത്താൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാം നിരന്തരം പ്രാർത്ഥനയിലും ജാഗ്രതയിലും മുന്നോട്ട് പോകണം. അപ്പോൾ സാത്താൻ നമ്മെ കെണിയിൽ വീഴ്ത്തുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് ബൈബിൾ ഒരു സാധാരണ പുസ്തകമാണെന്ന് തോന്നും. അതുപോലെ വിശുദ്ധ കുർബാന ഒരു ആചാര അനുഷ്ഠാനം മാത്രമാണെന്ന് നമുക്ക് തോന്നും. കുമ്പസാരം വെറും ഒരു തട്ടിപ്പാണെന്നും ഒരിക്കലും അച്ഛനോട് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയില്ല എന്നും ഉള്ള ചിന്ത തരുന്നത് സാത്താനാണ്. സാത്താൻ്റെ ലക്ഷ്യം സാത്താൻ്റെ രാജ്യത്തെ വികസിപ്പിക്കുക എന്നതാണ്. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയും അസൂയയും അഹങ്കാരവും എല്ലാം വിതച്ചു തരുന്നത് സാത്താനാണ്. നമ്മെ കെണിയിൽ പല വിധത്തിൽ പ്രലോഭനങ്ങളിലും വീഴ്ത്താൻ അവൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് ഈശോ ചേർത്തത്. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നാം പെട്ടുപോകാതെ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാനായിട്ട് നാം നിരന്തരം പരിശ്രമിക്കണം. ബലം പ്രയോഗിച്ച് നമ്മുടെ ഈ പ്രലോഭനങ്ങളെ നാം എതിർത്ത് നിന്ന് സാത്താനെ അകറ്റിയാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ബലവാന്മാർ സ്വർഗം പിടിച്ചടക്കും എന്ന്. ലോകത്തിൻ്റെ വഴിയിലൂടെയാണ് സാത്താൻ നമ്മെ പ്രലോഭനങ്ങളുമായി വരുന്നത്. ജഡിക മോഹങ്ങളിലും ലോക താല്പര്യങ്ങളിലും ലോകത്തിൻ്റെ കയ്യടികളും ധനം സമ്പാദിക്കാനും ഒക്കെയുള്ള പ്രേരണകൾ, അനീതി മാർഗത്തിലൂടെയും സ്വത്ത് സമ്പാദിക്കാനായുള്ള പരിശ്രമവും എല്ലാം നമുക്ക് തരുന്നത് സാത്താനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും യേശുനാഥൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പഠിക്കുന്നവരാക്കാമെന്ന്. അതായത്
മനുഷ്യമക്കളെ സാത്താനിൽ നിന്ന് രക്ഷപ്പെടുത്തി ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് മനുഷ്യരെ മാറ്റാമെന്നാണ് ശിഷ്യന്മാരോട് യേശുനാഥൻ പറയുന്നത്. ദൈവപുത്രനായ യേശു പരിശുദ്ധ കുർബാനയെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ അവിടെയും സാത്താൻ അവിശ്വാസം കൊണ്ടുവരുന്നുണ്ട്. കുറേ ആളുകൾക്ക് യേശു പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസമില്ലാതിരുന്നതുകൊണ്ട് യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും യേശുവിനെ വിട്ട് പോവുകയാണ് ചെയ്തത്. യേശു അവരെ തിരിച്ചു വിളിക്കുന്നുമില്ല. കാരണം യേശു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും എൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചാൽ മാത്രമേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള സത്യം അത് ഗ്രഹിക്കുവാനായിട്ട് പറ്റാത്തവർ പൊയ്ക്കോട്ടെ എന്നുള്ള ചിന്തയിൽ തന്നെയാണ് യേശുനാഥൻ അവരോട് പറയുന്ന ശിഷ്യന്മാരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന്. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ രക്ഷാകര പദ്ധതിയെ അല്ലെങ്കിൽ ആ രഹസ്യത്തെ മനുഷ്യൻ ഇന്നും അവഹേളിക്കുന്നതും തള്ളിക്കളയുന്നതും ഈ സാത്താൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. യേശുവിനെ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അപ്പോൾ ഒരു ആത്മീയ പോരാട്ടം നടത്തിയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനായിട്ട് ദൈവത്തിൻ്റെ ആയുധങ്ങളാണ് നാം എടുക്കേണ്ടത്. സത്യവും നീതിയും സമാധാനവും അതുപോലെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആത്മാവിൻ്റെ വാളായ ദൈവത്തിൻ്റെ വചനങ്ങൾ ഏന്തിക്കൊണ്ട് വേണം നാം ആത്മീയ സമരത്തിനായി ഒരുങ്ങുവാനായിട്ട്. നാം ഓരോ ദിനവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സാത്താനെ അകറ്റാനാണ് നോക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.